ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമേസിംഗ് കുക്കിംഗ്. ഞാൻ മഞ്ജുശ്രീ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മല്ലിയില കൊണ്ടുള്ള ഒരു ചട്നിയാണ്. ഈ ചട്നി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ബിരിയാണിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റുള്ള ഒരു ചട്നിയാണ്. അതുമാത്രമല്ല, ഒരുപാട് ഔഷധ ഗുണങ്ങൾ മല്ലിയില അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമാണ് പുതുതായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കാണാം. മല്ലിയില ചട്നി ഉണ്ടാക്കാൻ വേണ്ടി 1 കപ്പ് മല്ലിയിലയാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്ത മല്ലിയിലയാണ്. പിന്നെ വേണ്ടത് 2 പച്ചമുളകാണ്, 2 അല്ലി വെളുത്തുള്ളിയാണ്. എരിവ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ജീരകപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്. ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം പൊടിച്ചെടുത്തിട്ടുള്ള ജീരകപ്പൊടിയാണിത്. 1 ടീസ്പൂൺ നാരങ്ങാനീര്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിവിടെ തണ്ടോട് കൂടിയാണ് മല്ലിയില അരച്ചെടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇല മാത്രമായിട്ടാണ് എടുത്ത് അരയ്ക്കുന്നതെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. മിക്സിയിലായതുകൊണ്ട് അത് നമുക്ക് അരഞ്ഞു കിട്ടാൻ വലിയ പ്രോബ്ലം ഇല്ല. അപ്പോൾ തണ്ടോട് കൂടി തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഈ പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. എടുത്തു വെച്ചിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് നമ്മൾക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതേപോലെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, നാരങ്ങാനീര്, റോസ്റ്റഡ് ജീരകപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ വെള്ളം. അത് ഞാൻ എക്സ്ട്രാ ചേർക്കുന്നത് ഇത് അരച്ചെടുക്കാനുള്ള സൗകര്യത്തിനാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നല്ല തിക്ക് പേസ്റ്റായിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. മല്ലിയില ചട്നി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതിനെ നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ മല്ലിയില ചട്നി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് ചപ്പാത്തിയുടെ കൂടെയും ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റുള്ള ഒരു ചട്നിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇത് ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്ത ദിവസം ഇതേപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.